ഇത്തരം മക്കൾക്കെതിരെ ഇവിടെ നിയമമുണ്ടെങ്കിൽ തന്നെ പലപ്പോഴും നിയമം നോക്കിക്കുത്തികളാവുന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരം സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നതിന് പ്രധാന കാരണം തന്നെ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫറൂഖ് അഹമ്മദ്. KUF മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. 2 മക്കൾ ഉണ്ടായിട്ടും വൃദ്ധസദനത്തിൽ അന്തേവാസിയായ ഒരു പിതാവിന്റെ അനുഭവം, അദ്ദേഹത്തിന്റെ തിക്തമായിട്ടുള്ള അനുഭവം, മക്കളിൽ നിന്ന് നേരിടേണ്ടി വന്ന ഒരു അനുഭവത്തെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ, അതിന്റെ അല്പഭാഗം ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വീഡിയോ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. എനിക്ക് 2 മക്കളാണ്, ഒരാണും ഒരു പെണ്ണും. രണ്ടുപേരെയും വിവാഹം കഴിച്ചയച്ച് ഞാൻ ഒറ്റയ്ക്കാണ്. എൻ്റെ ഭാര്യ മരിച്ചിട്ട് 12 വർഷമായി. ഞാൻ ഒറ്റയ്ക്കായി എനിക്ക് ആഹാരത്തിനൊക്കെ വലിയ പ്രശ്നം വന്നു. അതുകൊണ്ട് എനിക്ക് എന്നെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടും എൻ്റെ മകൾ പറഞ്ഞു പോയി ആത്മഹത്യയായി. മകൻ അത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എൻ്റെ മകന് ഞാൻ 10 സെന്റ് വസ്തു കൊടുത്ത്, വീട് വയ്ക്കാൻ 2 ലക്ഷം രൂപ കൊടുത്ത്, തടികളെല്ലാം മുറിച്ച് കൊടുത്ത് എൻ്റെ മകന് വേണ്ടി ഞാൻ മൈക്കാട് പണി വരെ ചെയ്തിട്ടുണ്ട്. വീട് വയ്ക്കാനായിട്ട് എൻ്റെ 2 മക്കളെ ഞാൻ സുഖപ്പെടുത്തി നിർത്തിയിട്ടുണ്ട്. എൻ്റെ മകളാണ് എന്നോട് പറഞ്ഞു പോയി ആത്മഹത്യ ചെയ്യും. പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല. ഇദ്ദേഹം പത്തനാപുരത്തെ ഗാന്ധി ഭവനിലെ അന്തേവാസിയാണ്. 2 മക്കളുണ്ട്, ഒരു പെണ്ണും ഒരു ആണും. അപ്പൊ ആ മക്കള് ഈ പിതാവിനോട് പറഞ്ഞ വാക്കുകളാണ് അദ്ദേഹം തന്നെ പറഞ്ഞത്. ഇതുപോലെയുള്ള നിരവധി സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. ഇതിനെക്കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. സ്വന്തം മക്കൾ ഉപേക്ഷിച്ച ഒരു മാതാവ് ആശുപത്രിയിൽ അനാഥയായി മരിച്ചിട്ടുള്ള ഒരു സംഭവം. കോട്ടയം ജില്ലയിലെ ഒരു സ്ഥലത്തായിരുന്നു സംഭവം നടന്നത്. അപ്പോൾ ഈ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന സംഭവങ്ങൾ ഇന്നൊരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ്. അതായത് സംരക്ഷണം കൊടുത്ത് വളർത്തി വലുതാക്കിയ പിതാവിനെയും 10 മാസം നൊന്ത് പ്രസവിച്ച് വളർത്തിയ മാതാവിനെയും ഉപേക്ഷിക്കുന്ന മക്കളുടെ എണ്ണം ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരം മക്കൾക്കെതിരെ ഇവിടെ നിയമമുണ്ടെങ്കിൽ തന്നെ പലപ്പോഴും നിയമം നോക്കിക്കുത്തികളാവുന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരം സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നതിന് പ്രധാന കാരണം തന്നെ. സാമൂഹ്യക്ഷേമന്റെ കണക്കിൽ തന്നെ പറയുന്നത് വൃദ്ധസദനത്തിൽ തള്ളപ്പെട്ട മാതാപിതാക്കളിൽ 46% മക്കളിൽ നിന്ന് കടുത്ത ക്രൂരതയ്ക്ക് ഇരയായിക്കൊണ്ടാണെന്ന. അപ്പൊ നിരവധി ഇതുപോലെയുള്ള പിതാക്കന്മാരും മാതാക്കളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇന്ന് 590-ലേറെ വൃദ്ധസദനങ്ങൾ സർക്കാരിന്റെ അധീനത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു കൊച്ചു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഈ പത്തനാപുരത്തെ ഗാന്ധി ഭവൻ പോലെയുള്ള 590-ലേറെ വൃദ്ധസദനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള നിരവധി പേര്, ആയിരക്കണക്കിന് മാതാപിതാക്കൾ, മക്കളും അടുത്ത ബന്ധുക്കളൊക്കെ ഉണ്ടായിട്ടും അനാഥകളെ പോലെ അവിടെ അന്തേവാസികളായി കഴിയേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. 2007 മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കൾക്കെതിരെ കടുത്ത നിയമമായിട്ട് പാർലമെന്റിൽ ഒരു നിയമം പാസാക്കിയത്. ആ നിയമത്തിന്റെ പേര് മെയിന്റനൻസ് വെൽഫെയർ പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് എന്ന. അതിനെ നിയമത്തെ ഭേദഗതി വരുത്തിക്കൊണ്ട് പുതിയൊരു ബില്ല് തന്നെ പാർലമെന്റിൽ പാസ്സാക്കാൻ പോകുന്നുണ്ട്. അതിന്റെ കരട് വിജ്ഞാപനം വന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒക്കെ ഒരു നിയമമുള്ള ഒരു നാട്ടിലാണ് നമ്മുടെ ഇതുപോലെയുള്ള സംഭവങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുന്നത്. മുമ്പൊക്കെ പാശ്ചാത്യ നാടുകളിലാണ് വൃദ്ധസദനം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകാം. പക്ഷെ ഇന്ന് അവിടെ വൃദ്ധസദനം എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഓസ്ട്രേലിയയിലും അതുപോലെ തന്നെ അമേരിക്കയിലും അതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡിലൊക്കെ ജീവിക്കുന്ന സുഹൃത്തുക്കളായ, ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട സുഹൃത്തുക്കളായ എത്ര പേര് എനിക്കറിയാം. അപ്പൊ അവരോട് ഞാൻ ഈ കാര്യങ്ങൾ പങ്കുവെച്ചപ്പോൾ അവർ പറഞ്ഞത് അവിടെ ഈ രീതിയിൽ, അതായത് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പോലെ മാതാപിതാക്കളെ തെരുവിലോ മറ്റോ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഭരണകൂടം അത്തരം മക്കൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കും. തന്നെയുമല്ല, ഇപ്പൊ അവിടെ ഒരു വൃദ്ധസദനത്തിന്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മാതാപിതാക്കളെ അത്തരം കേന്ദ്രങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞാൽ നിശ്ചിത സമയത്ത് അവരുടെ മക്കൾ അവരുടെ മാതാപിതാക്കളെ സന്ദർശിക്കണം എന്നാണ്. അല്ലെങ്കിൽ അവിടുത്തെ അധികാരികൾ അവർക്കെതിരെ നടപടിയെടുക്കും. വിദ്യാസമ്പന്നരും അതുപോലെ തന്നെ എല്ലാം കൊണ്ടും മുൻപന്തിൽ നിൽക്കുന്ന ഒരു സംസ്കാര സമ്പന്നരാണ് നമ്മുടെ കേരളീയർ. ആ കേരളത്തിലാണ് നൊന്ത് പ്രസവിച്ച മാതാവിനെയും സംരക്ഷണം കൊടുത്ത് വലുതാക്കിയ പിതാവിനെയും തള്ളുന്ന പ്രതിഭാസം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ അറുതി വരുത്തണമെങ്കിൽ ഇവിടെ നിയമം കർശനമായി നടപ്പിലാവണം. ഇവർക്ക്, ഈ പാവങ്ങൾക്ക് അനുവദിക്കപ്പെട്ട ആനുകൂല്യങ്ങളും മറ്റും മക്കളിൽ നിന്ന് തന്നെ ഇവരുടെ ജീവനാംശം വായിക്കുന്ന ഒരു നിയമം കർശനമായി നടപ്പിലാക്കണം. എങ്കിലും മാത്രമേ ഇതുപോലെയുള്ള അരാജകത്വങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് കുറച്ചെങ്കിലും കുറക്കാൻ പറ്റത്തുള്ളൂ.